രണ്ട് സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താം. ഖുർആൻ പറഞ്ഞതാണ്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ. നിങ്ങൾക്ക് വിശ്വാസം വേണം, തഖ്വയും വേണം. ഇത് രണ്ടും നിങ്ങൾക്ക് വേണം. അചഞ്ചലമായ ഈമാൻ. എന്നെ സൃഷ്ടിച്ച പടച്ചവനെ നീ എന്നെ രക്ഷപ്പെടുത്തും റബ്ബേ, നിന്റെ ഭാഗത്തുള്ള പരീക്ഷണമാണ് റബ്ബേ കാണുന്നതൊക്കെ. ഇതാണ് ഈമാൻ. അതിനോടൊപ്പം തന്നെ തഖ്വ വേണോ? തഖ്വ ഉണ്ടെങ്കിൽ കണ്ണിങ്ങനെ തിരിയില്ല. ഇത് രണ്ടും ഇന്ന് സമുദായത്തിൽ നിന്ന് ഇല്ലായ്മയായിക്കൊണ്ടിരിക്കുകയാണ്. ഈമാൻ പോകുന്നു, തഖ്വ പോകുന്നു. ഇത് രണ്ടും നിങ്ങൾക്കുണ്ടെങ്കിൽ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് നാം ബർക്കത്തിനെ തരാം. അല്ലാഹുവിന്റെ എല്ലാ സഹായം ഉണ്ടാവുന്നു. ഈ രണ്ട് സ്വഭാവം വേണം. ഇതില്ലാത്ത ഒരവസ്ഥയാണോ? എന്നാൽ നിങ്ങളെ നാം അഖദനാഹും ബിമാ കാനൂ യക്സിബൂൻ, നിങ്ങളുടെ പ്രവൃത്തി ദൂഷ്യം കൊണ്ട് നിങ്ങളെ നാം കൈകാര്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. രണ്ടും വേണം. ഈമാനും വേണം, തഖ്വയും വേണം. തഖ്വ എല്ലാ വെള്ളിയാഴ്ചയും ഖത്തീബ് പറയണില്ലേ, അയ്യുഹന്നാസ് ഉസീകും ബിഇബാദില്ലാഹി വ ഇയ്യായ ബിതഖ്വല്ലാഹ്. ജനങ്ങളെ, നിങ്ങളോടും എന്റെ നഫ്സിനോടും തഖ്വയുള്ള ജീവിതം കൊണ്ട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അത്തഖ്വ ഹാഹുന നബിയനാ റസൂലുള്ളാഹി. സമയം കുറെ അങ്ങ് കടന്നു പോയില്ലേ? എത്രയായി? 12:11. ഇതിപ്പോ ഞാൻ എങ്ങനെയാ ഇതൊന്ന് എത്തിക്കുന്നത്? ഏറ്റവും കടുത്ത പരീക്ഷണത്തിനാണ് ഏറ്റവും വലിയ പ്രതിഫലം എന്ന് നബിയനാ റസൂലുള്ളാഹി. ഇന്ന അഅ്ളമൽ ജസാഇ മഅ്ളമൽ ബലാഇ. കടുത്ത പരീക്ഷണം ഉണ്ടെങ്കിൽ വലിയ പ്രതിഫലത്തിലേക്ക് അല്ലാഹു തആല ഉയർത്തും. നഷ്ടമൊന്നുമില്ല. ഈ കാണുന്നതും കേൾക്കുന്നതും ഒന്നും നഷ്ടമല്ല. ഇതൊക്കെ ലാഭത്തിലേക്ക് എത്തിക്കാൻ പോകും. അല്ലാഹു ലാഭമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ട എന്നെ നിങ്ങളെയും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ടവരെയും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഭയപ്പെടേണ്ട ബഹുമാനികളെ, ഒന്നും പേടിക്കണ്ട. ജീവിക്കാൻ വന്നതല്ല, മരിക്കാൻ വന്നതല്ല. കേട്ടതിനേക്കാൾ കൂടുതലാണ് ഇനി കേൾക്കാൻ പോകുന്നത്. അനുഭവിച്ചതിനേക്കാൾ കൂടുതലാണ് ഇനി അനുഭവിക്കാൻ പോകുന്നത്. നബി തങ്ങളുടെ ശൈലി പറഞ്ഞാൽ മുത്തുമാലയിലെ വള്ളി മുടി പൊത്തിയാൽ എങ്ങനെയാണോ താഴേക്ക് മുത്തുകൾ വീഴുന്നത്, അപ്രകാരം നിന്നിലേക്ക് ബലായുകൾ ഇങ്ങനെ ഒന്നിന്റെ പിറകെ ഒന്നായിട്ട് വീണുകൊണ്ടിരിക്കുന്നു. അതൊക്കെ കേട്ടോണ്ടിരിക്കും. അതുകൊണ്ട് ബഹുമാനികളെ, തഖ്വയിലേക്ക് വേണം. നമുക്ക് നഷ്ടപ്പെട്ടൊരു സാധനം ഇപ്പൊ ഇത് തഖ്വ. സഅദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ നേരത്ത് കിടന്നിങ്ങനെ കരയുകയാണ്. ഇന്നമാ യതഖബ്ബലല്ലാഹു മിനൽ മുത്തഖീൻ. ഒറ്റ ദിവസവും രാത്രി തഹജ്ജുദ് മുടക്കാത്ത ആളാ. ഒറ്റ ദിവസവും. ബഹുമാനപ്പെട്ടവരുടെ അയൽവക്കത്തുള്ള ഒരു കുട്ടി ചോദിച്ചു എന്നാ പറഞ്ഞ മഹാനവറുകൾ മൗത്തായി കഴിഞ്ഞപ്പോ. അടുത്ത വീട്ടിലെ കുഞ്ഞുമ്മാനോട് ചോദിച്ചു, ഉമ്മ അവിടെ ഒരു തൂണുണ്ടായിരുന്നല്ല, ആ തൂണ് കാണുന്നില്ലോ. അപ്പൊ പറയാ, മോളെ അത് തൂണല്ലായിരുന്നു, അതാ വീട്ടിലെ മഹാനവറുകൾ നിസ്കരിച്ചോണ്ട് നിന്നതാണ്. നമ്മൾ നിസ്കരിക്കാൻ നിന്നാ തൂണ് പോലെയാണോ? നിസ്കാരത്തിന് മുമ്പ് അനക്കം ഇല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അനക്കമായിരിക്കും. നിസ്കരിക്കാൻ നിന്നാ പിന്നെ ഊടുവാണ് അനക്ക. മുൻഗാമികൾ അങ്ങനെയല്ലായിരുന്നു. തഖ്വാന്റെ ജീവിതം. നമ്മളൊക്കെ മുത്തഖീങ്ങളാണോ ബഹുമാനികൾ? എന്താ തഖ്വ എന്ന് പറഞ്ഞാല്? 3 വിധത്തിലാണ് തഖ്വായിനെ ബഹുമാനപ്പെട്ട അലിയാരങ്ങളും ഒക്കെ വിശദീകരിച്ചിരുന്നു. 3 വിധത്തിൽ. ഖൗഫും മിൻ ജലീൽ, അൽ ഖനാഅത്തു ബിൽ ഖലീൽ, അൽ ഇസ്തിഅദാദു ബിൽ മൗത്ത്. ഇതാണ് തഖ്വ. ഞാൻ വിശദീകരിച്ചു തരാം, സമയം കിട്ടിയ. സമയം പോയി, തീർന്നുപോയി. സഅദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഈ മഹാന്മാരുടെയൊക്കെ ശൈലികളൊക്കെ കേട്ടിട്ട് നാമും അദ്ദേഹവും അവരൊക്കെ എവിടെ നിൽക്കുന്നു എന്നൊന്ന് വിലയിരുത്തണം. ഒറ്റ രാത്രിയും തഹജ്ജുദ് മുടക്കാത്തയാളാ. 1.5 ദിവസം നോമ്പെടുക്കുന്നയാളാ. ബഹുമാനികളെ, ജീവിതത്തിന്റെ സൂക്ഷ്മതയും ഈ ഇബാദത്തിന്റെ ഈ വലിപ്പവും ഒക്കെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളെ സിറിയയിലേക്ക് ഗവർണറായിട്ട് നിയമിക്കുകയാണ്. ശ്രദ്ധിച്ചോട്ടോ,
സിറിയയിലേക്ക് ഗവർണറാക്കുകയാണ്. ഭയങ്കര തഖ്വയുള്ള ആളാ. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഖലീഫ ഗവർണറുടെ പ്രവർത്തനത്തെ വിലയിരുത്താൻ വേണ്ടി സിറിയയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ജനങ്ങളോട് ഗവർണർ അറിയാതെ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോ ജനങ്ങൾ 4 പരാതി പറഞ്ഞു. അമീറുൽ മുഅ്മിനീൻ, അങ്ങ് അയച്ചതായ ഗവർണറെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പരാതിയുണ്ട്. എന്താണാവോ? രാവിലെ 10 മണിയോടടുക്കുമ്പോഴേ ആ മനുഷ്യന് ഞങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ വരൂ. ഒന്നാമത്തെ പരാതി. രാവിലെ വരില്ല. രണ്ടാമത്തെ പരാതി, രാത്രിയിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ രാവിലാതി പറയാൻ ഞങ്ങൾക്ക് ആ മനുഷ്യനെ കിട്ടുന്നില്ല. മൂന്നാമത്തെ പരാതി, 15 ദിവസം എത്തുമ്പോൾ ഒരു ദിവസം രാവും പകലും അയാളെ കിട്ടൂല. നാലാമത്തെ പരാതി, ഞങ്ങൾ ഗൗരവതരമായ വല്ല വിഷയങ്ങളും അയാളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അയാൾ മോഹാരിശപ്പെട്ട് വീഴുകയാണ്. എന്തോ ബോധക്കേട് പോലെ, ഞങ്ങൾക്ക് കാര്യം അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ 4 പരാതി. ശ്രദ്ധിച്ചോട്ടോ, ഈ മനുഷ്യനാ മരിക്കാൻ നേരത്ത് കിടന്നുകൊണ്ട് തേങ്ങി തേങ്ങി കരഞ്ഞു. മുത്തക്കീങ്ങളുടെ നിസ്കാരം അല്ലാഹ് സ്വീകരിക്കുള്ളൂ അല്ലാ, മുത്തക്കീങ്ങളുടെ നോമ്പേ അല്ലാഹ് സ്വീകരിക്കുള്ളൂ അല്ലാ, ഞാൻ മുത്തക്കിയാണോ അല്ലാ. അള്ളാഹു നമ്മുടെ മൗത്തിന്റെ സമയത്ത് ഫിത്തനയിലാക്കാതെ നല്ല എനിക്ക് അല്ലാഹ് നമുക്ക് മൗത്ത് എന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചോനോടൊക്കെ ദുആർക്ക് ഒന്നുമില്ല. നമ്മളിങ്ങനെ എടുത്ത് തൊണ്ടു വിളിക്കുമ്പോൾ നമുക്കൊന്നും ഒന്നുമില്ല. അവന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തണം. അവന്റെ ഔദാര്യം കൊണ്ട്. പടച്ചവനെ, പടച്ചവനെ, മരിച്ചു വീഴുന്നവര്, കത്തി ചാമ്പലാകുന്നവര്, റഹ്മാനായ അല്ലാഹ്, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ചങ്കു പൊട്ടി മരിക്കുന്നവര്, അല്ലാഹുവേ, അവർക്കൊക്കെ പടച്ചവനെ ദുനിയാവിലും ആഖിറത്തിലും ഇല്ലാത്ത നിലയ്ക്ക് ആക്കാതെ. അങ്ങനെയാണല്ലോ ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ മരിക്കുന്നവരും നരകാവകാശികള്, കൊല്ലുന്നവരും നരകാവകാശികൾ. പക്ഷെ അവിടെ ആ തരത്തിൽ പെടാതെ കൊല്ലപ്പെടുന്ന മുഴുവൻ അടിയാറുകൾക്കും ശുഹദാക്കളുടെ പദവി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. എത്രയൊക്കെ പറയണ്ടെന്ന് വെച്ചാലും പിന്നെ വർത്താനം അങ്ങോട്ട് തന്നെ പോകും. ഞാൻ ഇപ്പൊ നിർത്തിയാക്കാട്ടോ, 10 മിനിറ്റ് ഇപ്പൊ തന്നെ നിർത്തി. പടച്ചവനെ, പറയുന്നതും കേൾക്കുന്നതും പറയുന്ന വിവരം കെട്ട മഹാഭാവിക്കും കേൾക്കുന്ന നിന്റെ അടിയാറുകൾക്കും ഇരുലോകത്തും ഫലപ്പെടുന്ന ഇൽമാക്കി തരണേ അല്ലാഹ്. രോഗം കൊണ്ട് വിഷമിക്കുന്നവരൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ട്. പടച്ചവനെ, ഇരുന്നതിന്റെ ബർക്കത്തുണ്ട്. അവരുടെ രോഗങ്ങൾക്ക് മോചനം കൊടുക്കണേ അല്ലാഹ്. മനസ്സിന് അസ്വസ്ഥതയും വിഷമമുള്ളവരുണ്ട്. പടച്ചവനെ, എല്ലാ അസ്വസ്ഥതകളും സലാമത്താക്കി കൊടുക്കണേ അല്ലാഹ്. കുഞ്ഞുങ്ങളെ കൊണ്ട് വേദനിക്കുന്ന, ഭർത്താവിനെ കൊണ്ട് വേദനിക്കുന്ന പല ഭാര്യമാരും സഹോദരിമാരും അപ്പരിപ്പുണ്ട്. അല്ലാഹുവേ, ഈ മജ്ലിസിൽ വന്ന് പങ്കെടുത്തതിന്റെ ബർക്കത്തുണ്ട്. അതുങ്ങൾക്കൊക്കെ നീ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇവിടെ ശ്രദ്ധിച്ചോ, ദുആയൊക്കെ ഇവിടെ ലാസ്റ്റ് വന്നുണ്ട്. തങ്ങൾ ദുആർക്കുണ്ട് അവസാനത്തെ ദിവസം. പടച്ചവനെ, ഇങ്ങനെ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഈ മക്കളെ നാളെ അർശിന്റെ തണലിലേക്ക് ക്ഷണിക്കപ്പെടുന്ന യുവാക്കളുടെ കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാനെ. ഇതുങ്ങളൊക്കെ എന്ത് നല്ല നെയ്യത്ത് വെച്ചാണ് പരിപാടി തുടങ്ങിയത്. അല്ലാഹുവേ, ആ നെയ്യത്തിനൊക്കെ നീ വീട്ടിൽ കൊടുക്കണേ പടച്ചവനെ. ഇവിടെ ശ്രദ്ധിച്ചോ, 4 പരാതി. ആരെ സംബന്ധിച്ച്? സഅദ് ഇബ്നു അമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച്. ആര്? നാട്ടുകാര്. അൻസറേ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവരെ ഈ ബക്കറ്റും കൊണ്ടൊന്നങ്ങ് വരുന്നുണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ ആൾക്കാരുള്ളൂ. സഹോദരിമാരാണ് ഇതിനകത്തൊക്കെ കൂടുതലുള്ളത്. അൽഹംദുലില്ലാ. ഞാൻ യഥാർത്ഥം എനിക്ക് വലിയ സങ്കടമായി. കാരണം 300-ഓളം കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഞാനിവിടെ വന്നത്. ഓ പടച്ചവനെ, ഇത് ഇത്ര ആൾക്കാർ എൻ്റെ ഇവിടെ വീടിൻ്റെ മുറ്റത്ത് വിടും. ഞാൻ ഈ പാട് വിട്ട് ഇവിടെ വന്നല്ലോ അല്ലാന്നായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുങ്ങളുടെയൊക്കെ ഇഖ്ലാസ് കൊണ്ട് ഇവരാരും ഓട്ടോറിക്ഷയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടല്ല ഉമ്മാനുകളെ. നിങ്ങളുടെ നാട്ടുകാരാണല്ലോ, എനിക്കറിയാലോ. ക്ഷേമ പ്രവർത്തന ഇവിടെയുള്ള ഉസ്താദന്മാരൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവും. ഒറ്റ വാക്ക് കേട്ടാ, ഒറ്റ വാക്ക് ഞാൻ പറയാം. സാറേ എവിടെ ഇരിക്കും? ഒരു മിനിറ്റ്, ഒരു 2-3 മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. അൽഹംദുലില്ലാ, അതിൽ വന്നവരാരും പോയിട്ടില്ല കേട്ടോ. അത് വലിയ ഹൈറാണ്. എനിക്ക് സംശയം ഉണ്ടായി വിളക്കൂതിയത് കണ്ട് കാണാണ്ട് പോകാൻ വേണ്ടിയിട്ടാണോ, പക്ഷെ ആരും പോയിട്ടില്ല. സഹോദരിമാരും ആരും പോയിട്ടില്ല. അവിടെ അനങ്ങണ്ട്. ഓ എല്ലാവരും ഉണ്ട്, ആരും പോയില്ല. അൽഹംദുലില്ലാ. നന്നായിട്ട് ഈ ഇരുത്തത്തിന്റെ വർക്കത്തോണ്ടൊരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചില ദുആ ഇറക്കാം കേട്ടോ. സലാത്തിൽ ഇവിടെ വയലു പറയാൻ വന്ന വയലന്മാരിൽ ഏറ്റവും പ്രായമുള്ള ആൾ ഞാനാണ്.
ഞാൻ ഇവരോട് പറഞ്ഞു, ഇതിനകത്ത് പൈസ ഞാനാണല്ലോ എന്ന് പറഞ്ഞു. പടച്ചവനെ, ജീവിക്കുന്ന കാലം നിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് ഇരു കൂട്ടർക്കും അല്ലാഹുവേ നീ മഹാഭാഗ്യം തരണേ തമ്പുരാനെ. ഒരു വാക്യാണെന്ന് പറഞ്ഞോട്ടെ. നബിത്തങ്ങൾ പറയാണ്, കാരുണ്യ പ്രവർത്തനം ഒരു നാട്ടിലില്ലെങ്കിൽ സർവ നന്മകളും ആ നാടിന് അല്ലാഹു തആല തടയപ്പെടുമെന്ന് നബീന റസൂലുള്ളാഹി. ഭയങ്കര വർത്താനാ പറഞ്ഞത്. കാരുണ്യ പ്രവർത്തനം ഒരു നാട്ടിലില്ലെങ്കിൽ ആ നാട്ടിലേക്ക് അള്ളാഹിന്റെ ഒരു ഹൈറും വരൂല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവർ ചെയ്യുന്നത് സാമൂഹ്യ പ്രവർത്തന. മുസ്ലിം സമുദായത്തിന് മാത്രം രക്ഷപ്പെട്ടാൻ വേണ്ടിയുള്ള കാര്യമാണ് അവർ ചെയ്യുന്നത്. അല്ല, ഈ രാജ്യത്തേക്ക് അല്ലാഹുവിന്റെ എല്ലാ ഹൈറിന്റെ കവാടങ്ങളും തുറക്കാൻ പറ്റിയ ഒരു സംവിധാനം ഇവർ ചെയ്യുന്നത്. ഇവരുടെ ലക്ഷ്യങ്ങൾ എന്താ? സാധുവിന്റെ കണ്ണുനീരൊപ്പല. മല്ലം യർഹം ലിന്നാസ്, പടച്ചവനെ പടപ്പുകളോട് ഒരാൾക്ക് കരുണയില്ലെങ്കിൽ പടച്ച തമ്പുരാനോട് അവർക്ക് കരുണയുണ്ടാവില്ല എന്ന് നബീന റസൂലുള്ളാഹി. പടച്ചവന്റെ കരുണ കിട്ടാൻ പടപ്പുകളോട് കരുണ കാണിക്കും. കാരുണ്യ പ്രവർത്തനം. നാളെ നരകാഗ്നിയിൽ കിടക്കുന്ന മനുഷ്യരോട് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെ നരകത്തിനകത്ത് കടന്നു വന്നത്? മാ സലക്കക്കും ഫീ സഖർ, നിങ്ങളെങ്ങനെ നരകത്തിൽ വന്നത്? നിങ്ങളെല്ലാം നിസ്കാരമൊക്കെ ഉള്ള ആൾക്കാരാ, വലിയ കാക്കാമാരാ താത്താമാരാ എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചതാണല്ലോ. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. ഞങ്ങള് അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചില്ല, നിസ്കാരമൊക്കെ ഞങ്ങൾ നടത്തി. പക്ഷെ ആ നിസ്കാരമൊക്കെ പല ശൈലിയിലാണ് നിസ്കരിച്ചത്. അല്ലാഹുവിന് വേണ്ടി ഞങ്ങൾ നമസ്കരിച്ചില്ല, കാരുണ്യ പ്രവർത്തനം ഞങ്ങൾ ചെയ്തില്ല. 2 പോയിന്റ് കണ്ട. ഇവിടെ എല്ലാം കാരുണ്യ പ്രവർത്തനങ്ങൾക്കാ പ്രാധാന്യം. ഞാൻ നിങ്ങളോട് പറയാ, ഇവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ സഹകരിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? പടച്ചവനെ, ഇതുപോലുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ നേരെ കൈ നീട്ടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തരാതെ കാക്കണേ അല്ലാന്നും പറഞ്ഞ് സഹകരിക്കണം. അല്ലാതെ ഇവർക്ക് കൊടുത്തിട്ടാ നിങ്ങൾക്കൊക്കെ എല്ലാവരും ഒന്ന് പൈസയൊക്കെ തന്നല്ലോ എന്നിട്ട് പിന്നെ നീ ഞങ്ങൾക്ക് തരാത്ത എന്താ? അങ്ങനെയല്ല. ഇവരുടെ അടുത്തുനിന്ന് 1 രൂപയും വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്ക് അള്ളാഹ് നമ്മൾ എത്തിക്കരുത് പടച്ചവനെ എന്ന് നെയ്യത്താക്കിയിട്ടിടും. ഇങ്ങനെ കമഴ്ത്തുകയാണ് ബക്കറ്റിലേക്ക് കൈ. അത് മലത്താൻ അല്ലാഹുവേ ഇട തരില്ല റബ്ബേ, അങ്ങനെ നെയ്യത്താക്കി. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഇതിനകത്ത് ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നതിന്റെ പുറമെ ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരാണല്ലോ ബഹുഭൂരിഭാഗവും. ഞാൻ നിങ്ങളോട് ഒരു സംഭവം പറയാം. ഒരു സംഭവം എല്ലാ ഉസ്താദന്മാരും വരുമ്പോൾ നിങ്ങളോട് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു വാക്ക് പറയാം. ഇവിടെ വന്ന് പറയുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ ആളെന്നുള്ള നിലയ്ക്കും ഏറ്റവും അകലേന്ന് വന്ന ആളെന്നുള്ള നിലയ്ക്കും നബിത്തങ്ങളുടെ ഹദീസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് നിങ്ങൾ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. വളരെ അപകടകരമായൊരവസ്ഥയിലൂടെ സമൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാനിവിടെ പറഞ്ഞ സൂചനകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് ശരിക്കും കടന്നു വന്നിട്ടില്ല. ആ മുഖവര പറഞ്ഞിങ്ങനെ എത്തിയപ്പോഴത്തേക്കും തന്നെ സമയം തീർന്നു. അപകടകരമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ മാത്രമല്ല, ആഗോളതലത്തിൽ മുസ്ലിം ഉമ്മത്ത് അപകടകരമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇതിനകത്തൊക്കെ ഉള്ള കാര്യം എന്താ? ഒറ്റ കാര്യം ഇതിനകത്തുള്ളൂ. എല്ലാം ശ്രദ്ധിച്ച ഞാൻ ഒരു കാര്യം പറയാം. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദ. ആഗോളതലത്തിൽ ഇസ്ലാം അല്ലാത്ത സർവത്രയും സംഘടിച്ച് ഇസ്ലാമിന്റെ നേരെ അക്രമവുമായി വന്നിരിക്കുന്നത് ഒരൊറ്റ കാരണത്താലാണ്. നിങ്ങളുടെ വിശ്വാസത്തിനോടും സംസ്കാരത്തിനോടുമുള്ള അസദ്. ഖുർആൻ നേരെ പറയാ, അല്ലാണ്ട് വേറെ ഒരു കുഴപ്പവും നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങൾ തീവ്രവാദികളല്ല, നിങ്ങൾ രാജ്യദ്രോഹികളല്ല, നിങ്ങൾ അക്രമികളല്ല. എത്രയോ സംഭവങ്ങളാ ബഹുമാനികളെ. നിങ്ങൾ സാധുക്കളെ സഹായിക്കാത്തവരല്ല, നിങ്ങൾ അയൽവാസികളെ ആദരിക്കാത്തവരല്ല. ഇതെല്ലാം നിങ്ങളുടെ ഭാഗത്തുള്ളത് തന്നെയാണ്. പിന്നെ എന്തിനാ നിങ്ങളെ തീവ്രവാദികളാക്കുന്നത്, രാജ്യദ്രോഹികളാക്കുന്നത്, അക്രമികളാക്കുന്നത്? കുഫാറൻ ഹസദ. നിങ്ങളുടെ ഈ വിശ്വാസവും നിങ്ങളുടെ ഈ സംസ്കാരവും നിങ്ങളുടെ ആദർശവും ഇവിടെ നിലനിൽക്കുമ്പോൾ ഞങ്ങളുടെ ഈ വികലമായ വിശ്വാസത്തിനും സംസ്കാരത്തിനും ആദർശത്തിനും നിലനിൽപ്പില്ല. ഈ ഒരൊറ്റ കാരണമാണ്. വേറെ ഒരു കാരണവും ഇല്ല.
ആകാശങ്ങളെ സൃഷ്ടിച്ച റബ്ബേ, ഭൂമിയെ സൃഷ്ടിച്ച റബ്ബേ, വാനലോകത്തുനിന്ന് വെള്ളമിറക്കുന്ന റബ്ബേ, വിത്ത് മണ്ണിലേക്കിട്ടാൽ വിത്തിന്റെ അറ്റത്ത് മുള വരുത്തുന്ന റബ്ബേ, മുളയുടെ അറ്റത്ത് വിളയുണ്ടാക്കി തരുന്ന റബ്ബേ, ഞങ്ങളെ ജീവിപ്പിച്ച റബ്ബേ, മരിപ്പിക്കുന്ന റബ്ബേ, സൂര്യനെ കിഴക്കുദിപ്പിച്ച റബ്ബേ, പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്ന റബ്ബേ, ഇനി പടിഞ്ഞാറ് ഉദിച്ചിട്ട് ലോകത്തിന്റെ നെറുകയിൽ കൊണ്ടുവന്ന് വീണ്ടും പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്ന റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവിടെ വിഷയം നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ലോകത്തിങ്ങനെ പറയുന്ന ഒരു പ്രസ്ഥാനം ഇസ്ലാം 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 മാത്രം. ഇവിടെ പ്രശ്നം. ഇത്ര ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്ന ഈ വിശ്വാസവും അതുപോലെ നിങ്ങളുടെ സംസ്കാരവും നോക്ക്. തുപ്പിയാൽ തുപ്പുനീര് കാലിന്റെ മടമ്പ് കൊണ്ട് മണ്ണ് തട്ടി മൂടണമെന്ന് നിർദ്ദേശിക്കുന്ന സംസ്കാരം, ഡെയിലി 5 നേരം പല്ല് തേക്കണമെന്ന് നിർദ്ദേശിക്കുന്ന സംസ്കാരം, ഡെയിലി 5 ടൈമിൽ 3 പ്രാവശ്യം വെച്ച് മൂക്ക് വൃത്തിയാക്കണമെന്ന് പറയുന്ന സംസ്കാരം, മലവിസർജനം ചെയ്യുന്ന അതേ ഗൗരവത്തോടെ മൂത്രവിസർജനം ശുദ്ധീകരിക്കണമെന്ന് പറയുന്ന സംസ്കാരം, ഇത് മാത്രമേ ലോകത്തുള്ളൂ. നിങ്ങളുടെ സംസ്കാരത്തിനോടുള്ള അസൂയ, നിങ്ങളുടെ വിശ്വാസത്തിനോടുള്ള അസൂയ നിങ്ങളെ കൊന്നിട്ട് ഞങ്ങൾക്ക് നിലനിൽക്കാൻ. അല്ലാഹു തആല പറയുന്നു വലൗ കരിഹൽ മുശ്രികൂൻ. ഇത് ഈ ധിക്കാരികളെ എത്ര വെറുത്താലും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന പ്രസ്ഥാനമാണ്, വളർന്നുകൊണ്ടേയിരിക്കും. അടിക്കുന്തോറും ശക്തമായി അടിക്കുന്തോറും ശക്തമായ നിലയ്ക്ക് തിരിച്ചു വരും. ഇത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ലോകം കണ്ട കാലം മുതൽ അങ്ങനെയാ. ഒതുക്കുറു, അത് നേരെ എടുത്ത് പറയാൻ ഒതുക്കുറു. ഇത് അന്തും ഖലീലും മുസ്തദഅഫൂന ഫിൽ അർളി തഖാഫൂന യതഖത്തഫകുമുൻ നാസ് ഫആബാകും വഅയ്യദകും ബിനസ്രിഹി വറസഖകും മിന ത്വയ്യിബാതി ലഅല്ലകും തസ്കുറൂൻ. ഈ 2019 മാത്രമല്ലടോ നിങ്ങൾ ന്യൂനപക്ഷം. ലോകത്തിന്റെ തുടക്കം മുതൽ ഇസ്ലാം ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷം ബഹുഭൂരിപക്ഷത്തിന്റെ വളർച്ച കൊണ്ട്, അവരുടെ ആയുധബലം കൊണ്ട്, അവരുടെ സ്വാധീനം കൊണ്ട് ആ ന്യൂനപക്ഷം ഞങ്ങളെ വിലങ്ങൾ റാഞ്ചിക്കൊണ്ടുപോകുമോ റബ്ബേ എന്നുവരെയും അവർ ഭയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആവാക്കും വഅയ്യദകും ബിനസ്രിഹി, ആ ന്യൂനപക്ഷത്തിനെ നാം ഏറ്റെടുത്തു, അവരെ നാം ശക്തിപ്പെടുത്തി, അവരെ നാം നിലനിർത്തി. ഇത് ഖുർആൻ പറയാണ്. അല്ലാഹു ഏറ്റെടുക്കും, അല്ലാഹു രക്ഷപ്പെടുത്തും. ഇവിടെ ഇനി വരാനിരിക്കുന്നത് മഹദി ഇമാമ. മനസ്സിലായില്ലേ? മുസ്ലിം ലോകം ഒരേ സ്വരത്തിൽ പ്രഖ്യാപിക്കുന്നു, ഇവിടെ ഇനി വരാനിരിക്കുന്നത് ഇമാം മഹദി റളിയല്ലാഹു അൻഹു ആണ്. മഹദി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ കുടുംബമാണെന്ന് നബിയിന റസൂലുള്ളാഹി. എന്റെ ഉപ്പാന്റെ പേരാണ് മഹദിയുടെ ഉപ്പ, എന്റെ ഉമ്മാന്റെ പേരാണ് മഹദിയുടെ ഉമ്മാന്റെ പേരെന്ന് നബിയിന റസൂലുള്ളാഹി. പരിപാവനമായ കഅബാലയത്തിന്റെ മുമ്പില് മുൽതസിമിന്റെ പിന്നെ ഹജറുൽ അസ്വദിന്റെയും അതുപോലെ പിന്നെ മഖാം ഇബ്രാഹിമിന്റെയും ഇടയിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ടാണ് മഹദി എന്ന് ബഹുമാനപ്പെട്ട മഹദി ഇമാം പ്രഖ്യാപിക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി. അതാണ് മുസ്ലിം ലോകം പ്രതീക്ഷിക്കുന്ന മോചനത്തിന്റെ നായകൻ. അല്ലാണ്ട് മുസ്ലിങ്ങൾ നിരാശപ്പെടേണ്ടവരല്ല, മുസ്ലിങ്ങൾ ഭയപ്പെടേണ്ടവരല്ല. നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല, നിങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെന്താ നഷ്ടപ്പെടുന്നത്? നിങ്ങൾക്കെല്ലാം അല്ലാഹ് തന്നതാണ്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അല്ലാഹ് എടുക്കുന്നതാണ്. എല്ലാം അല്ലാഹുവിലേക്ക് തവക്കലാക്കുന്നവനാ മുസ്ലിം. അതുകൊണ്ട് ബഹുമാനികളെ, എന്താ ഞാൻ പറഞ്ഞു വന്നത്? എല്ലാത്തിന്റെയും അടിസ്ഥാന കാരണം അസൂയയാണ്. ആ അസൂയ കൊണ്ട് ഇന്ന് ഫാസിസ്റ്റുകൾ നടത്തുന്ന ഒരു വലിയ തന്ത്രമാണ് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ നശിപ്പിച്ചു കളയുക എന്നുള്ളത്. എല്ലാവരും ഒന്ന് ശ്രദ്ധ കൊടുത്ത്. കേരളത്തിൽ എറണാകുളം ജില്ലയിൽ ഞാൻ മൊബൈലിൽ കൂടി കേട്ടതാണ്, ഒരു 3-4 മാസം മുമ്പ് എറണാകുളത്ത് നിന്നും പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് കേട്ടു. എന്താണെന്നറിയോ? കേരളത്തിൽ 4 വയസ്സിന്റെയും 10 വയസ്സിന്റെയും ഇടയിലുള്ള കുഞ്ഞുങ്ങളെ തട്ടുന്നതായ സംഘം വ്യാപകമായി വിലസുന്നുണ്ട്. കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണേ. ഒരു മാസമായിട്ടില്ല കേരളത്തിലെ പ്രധാനപ്പെട്ട മലയാള പത്രത്തിൽ ഒരു വാർത്ത. ആ കുഞ്ഞുങ്ങൾക്ക് എന്തു പറ്റി? ഹെഡിങ് അങ്ങനെയായിരുന്നു. ഞാൻ ആ വാർത്ത വായിച്ചപ്പോൾ അടിയിലേക്ക് എഴുതുന്നു, കഴിഞ്ഞ 6 മാസത്തിന്റെ ഉള്ളിൽ ഈ കൊച്ചു കേരളത്തിൽ 111 കുഞ്ഞുങ്ങളെ കാണാതെ പോയിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഞാൻ പാർലമെന്റിൽ പോയില്ല, സമ്മേളനം കേട്ടില്ല.
പത്രത്തിനകത്ത് ഞാൻ വായിച്ചതാണ്. പാർലമെന്റ് സമ്മേളനത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചു, ഇന്ത്യ രാജ്യത്ത് 2 ലക്ഷത്തോളം കുഞ്ഞുങ്ങളെ കാണാതെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ മൂറ്റുപുഴയിൽ ഒരു ഉസ്താദുണ്ട്, VH മുഹമ്മദ് മൗലവി എന്ന് പറയും. മൂപ്പരൊരിക്കൽ അങ്ങനെ സ്റ്റേജിൽ പ്രസംഗിച്ച കൂട്ടത്തിൽ പറയാണ്, ഈ കാണാതെ പോയ മക്കളെല്ലാം 99% മദ്രസയിലേക്ക് പോയ മക്കളാണ്, അല്ലെങ്കിൽ മദ്രസയിൽ നിന്ന് വന്ന മക്കളാണ്, അല്ലെങ്കിൽ നിസ്കരിക്കാൻ പോയ മക്കളാണ്, അല്ലെങ്കിൽ നിസ്കരിച്ചിട്ട് വന്ന മക്കളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേൽ ആക്രമിക്കുന്നിടത്തിലെല്ലാം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ, അവിടെ എല്ലാം അവന്മാർ നശിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ്. എന്തേ? ഇവിടെ ഒരു പ്ലാവിന്റെ കുരു മുളച്ചു വന്നാൽ നഖം കൊണ്ടിട്ട് നുള്ളിയാൽ അതങ്ങ് പോവും. മുളച്ച് വലുതായാൽ അത് വെട്ടണമെങ്കിൽ വലിയ പണിയാണ്. കുരുന്നിലെ നുള്ളിക്കളിയ. എന്തിന്? സമുദായം ഇല്ലാതെയാകാൻ. ഇതെല്ലാം സ്വപ്ന കൊട്ടാരങ്ങളാണ്. അള്ളാഹു ഇതൊന്നും വകവെച്ചു കൊടുക്കൂല. പക്ഷേ ബഹുമാനികളെ, നമ്മൾ ദുആരക്കണം, നമ്മൾ പടച്ചോനോട് പണിയെടുക്കണം, പടച്ചമ്പരാനോട് നമ്മൾ ചോദിക്കണം, നമ്മൾ നബിത്തങ്ങൾ പറഞ്ഞ ശൈലിയിലൂടെ വർക്ക് ചെയ്യാൻ തയ്യാറാകണം. ആ വർക്ക് ചെയ്യുന്നതിൽ പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദുആ ചെയ്യല്, അതുപോലെ തന്നെ പടച്ചമ്പരാനൊരു കാവലിനുള്ളതായ പദ്ധതികൾ തേടൽ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, 111 കുഞ്ഞുങ്ങൾ കേരളത്തിൽ 6 മാസത്തിന്റെ ഉള്ളില് കാണാതെ പോയിട്ടുള്ളത്. കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട മലയാളം പത്രത്തിനകത്ത് കറുത്ത കോളത്തിനകത്ത് വാർത്ത വന്നു. ഞാൻ വായിച്ചതാ, നിങ്ങളും വായിച്ചിട്ടുണ്ടാവും. ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോടും പെങ്ങന്മാരോടും ഞാനൊരു കാര്യം പറയുകയാണ്, ഈ ഒരു വിപത്തൊന്നും നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കാൻ. അതിപ്പോ പെൺകുട്ടികളും പോയിക്കൊണ്ടിരിക്കുന്നു, ആൺകുട്ടികളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജംഗ്ഷനിലേക്ക് പോയ മോന, 16 വയസ്സുള്ള മോന കണ്ടിട്ടില്ല, എങ്ങോട്ടാ പോയെന്ന് വിവരമില്ല. ഇതൊക്കെ ഇന്ന് വ്യാപകമായി ലോകത്ത് കേൾക്കുന്ന വാർത്തകളാണ്. ഈ ഇരിക്കുന്ന കുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ചെറുതാകട്ടെ വലുതാ സഹിക്കോ? മാനുകളെ സഹിക്കോ? ഉള്ളിച്ചാടി നടക്കുന്ന നിന്റെ പൊന്നോമന മദ്രസയിൽ പോയിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ബോധം കെട്ട് വീണില്ലേ? പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി എഴുതാൻ നിന്റെ അയലക്കംകാരൻ എഴുതി കൊണ്ടേ കൊടുക്കണ്ടേ? നിനക്ക് എഴുതാൻ കൈ അനങ്ങോ? മരിച്ചാൽ പോയി, മയ്യത്ത് കെട്ടിൽ കൊണ്ടുവന്നു, കുഞ്ഞിനെ കഫൻ ചെയ്തു കൊണ്ടുപോയി, നീ ബോധം കെട്ട് കിടക്കുകയാണ്. ബോധം തെളിഞ്ഞു, കുഞ്ഞിന്റെ ചെരുപ്പ് കണ്ടു, വീണ്ടും ബോധം കെട്ടു. അത് ചിലപ്പോൾ ഒരാഴ്ച നിന്നേക്കാം, അല്ലെങ്കിൽ ഒരു മാസം നിന്നേക്കാം. പടച്ചവനെ, ഞാൻ ഭക്ഷണം കൊടുത്താലല്ലാതെ ഭക്ഷണം കഴിക്കാത്ത എന്റെ കുഞ്ഞ്, അല്ലാഹുവേ എന്റെ കൂടെ മാത്രം കിടന്നാൽ ഉറങ്ങാത്ത കുഞ്ഞ്, ഞാൻ കുളിപ്പിച്ചാലല്ലാതെ കുളിക്കാത്ത എന്റെ കുഞ്ഞ്, അതിന്റെ കണ്ണാരായിരിക്കും കുത്തണതല്ലോ, അതിന്റെ കൈകാലുകൾ ആരായിരിക്കും തല്ലി ഓടിക്കുന്നതല്ലോ? ചിന്തിക്കാൻ പറ്റുമോ സഹോദരന്മാരെ, സഹോദരിമാരെ? ഇതുപോലെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങളുടെ കുടുംബത്തിൽ വരാതിരിക്കാൻ നബിത്തങ്ങൾ പറഞ്ഞ ഒരു നിർദ്ദേശം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നവർക്ക് അംഗീകരിക്കാം, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. നബിത്തങ്ങൾ പറഞ്ഞ ഒരു നിർദ്ദേശം, ഒക്കത്ത് 4 മാസം പ്രായമായ ചോരക്കുഞ്ഞിനെ അങ്ങനെ ഒതുക്കി പിടിച്ചിരിക്കുക ഉമ്മ. ഇതാര് പറയുന്നു? അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. ഇങ്ങനെ ഒക്കി പിടിച്ചിരിക്കുന്ന കുഞ്ഞിന് തന്റെ മാറിൽ നിന്നും ഒരു തുള്ളി മുലപ്പാല് പോലും പീച്ചിയാ കിട്ടാനില്ല. ബലമായി പീച്ചിയാൽ വരുന്നത് ചോരയാ. കാരണം അത്രമാത്രം ഭക്ഷണം കിട്ടാതെ ക്ഷീണിച്ച ഉമ്മ, ചെറുപ്പക്കാരിയാണ്. അൽഹംദുലില്ലാഹ്, നബി തങ്ങൾ പറയുന്നു, അവൾക്കൊരു ഈന്തപ്പഴം കിട്ടി. ആർത്തിയോടെ അതങ്ങോട്ട് കടിച്ചപ്പോൾ, ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ശബ്ദം, സഹോദരി വളരെ സമയമായി ഭക്ഷണം കഴിച്ചിട്ട് വിശക്കുകയാണ്, സഹിക്കാൻ പറ്റില്ലേ, ആ ഈന്തപ്പഴം എനിക്ക് തരുമോ? പന്നാ നബി പറയുന്നു, കടിച്ച പല്ലുകൾ അകത്തി ആ ഈന്തപ്പഴം ആ ചോദിച്ച വ്യക്തിക്ക് കൊടുത്തു. നിസ്സാര മാസങ്ങൾ കഴിഞ്ഞു, ഒക്കത്തിരുന്ന കുഞ്ഞ് മുട്ടയിലോടുന്ന പ്രായം. അൽഹംദുലില്ലാഹ്, ഇവളുടെ വീട്ടിൽ ഭക്ഷണം പാകപ്പെടുത്താനുള്ള സൗകര്യം കിട്ടി. തങ്ങൾ പഠിപ്പിക്കാൻ അവൾ അടുക്കളയിൽ ഭക്ഷണം പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ കുഞ്ഞു മുട്ടയിലോടി വീടിന്റെ ഉമ്മറത്തേക്ക് പോയി. വീടിന്റെ ഉമ്മറത്ത് നിൽക്കുന്നതായ കുഞ്ഞിനെ കണ്ടപ്പോ കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരുന്ന ചെന്നായ
കുഞ്ഞിനെ ചാടി പിടിക്കുകയാണ്. വിശന്ന് വലഞ്ഞ ചെന്നായ തന്റെ കോമ്പല്ല് കൊണ്ട് കുഞ്ഞിനെ അങ്ങോട്ട് കോർത്തെടുത്തപ്പോൾ കുഞ്ഞ് അലറി. അകത്തു നിന്നും പെറ്റപ്പെട്ടതായ തള്ള ശബ്ദം കേട്ട് ഓടി വന്നപ്പോ ഭീമാകാരനായ ഒരു ചെന്നായ തന്റെ കുഞ്ഞിനെ പൊക്കിക്കൊണ്ട് ഓടുകയാണ്. നെഞ്ചത്തേക്ക് കൈവച്ചിട്ടൊരു വിളി, അമ്മോ എന്റെ കുഞ്ഞ്. ശബ്ദം കേൾക്കേണ്ട മാത്രയിൽ ആ കുഞ്ഞിനെ തന്റെ കോമ്പല്ലിൽ നിന്നും ആ മുറ്റത്ത് ഉപേക്ഷിച്ചിട്ട് ചെന്നായ കുറ്റിക്കാട്ടിലേക്ക് ഓടി പറഞ്ഞു. അസ്സദഖത്തു റദ്ദുൽ ബലാ നബിയുനാ റസൂലുള്ളാഹി. താൻ കടിച്ച ഈന്തപ്പഴം ചോദിച്ച വ്യക്തിക്ക് കൊടുത്തതിന്റെ സദഖയുടെ പവറാണ് താൻ കടിച്ച ഭക്ഷണമാകുന്ന കുഞ്ഞിനെ ആ ചെന്നായ അല്ലാഹു തആല ചെന്നായെ കൊണ്ട് അല്ലാഹു ഒഴിവാക്കി കൊടുത്തെന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. തന്റെ കുടുംബത്തിൽ വളരുന്ന ഓടിപ്പാഞ്ഞടക്കുന്ന തുള്ളിച്ചാടി നടക്കുന്ന തന്റെ പൊന്നോമന ലോകമെമ്പാടും കേട്ടുകൊണ്ടിരിക്കുന്ന ഭയാനകമായ വാർത്ത നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാൻ, ഈ കുടുംബത്തിൽ നിന്നൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കേൾക്കാതിരിക്കാൻ ഇവിടെ കൂടിയ മുഴുവൻ ഉപ്പമാരോടും ഞാൻ പറയാണ്, ഇത്രയും ജനത്തിനെ കൊണ്ട് പരിശുദ്ധ റൗദയിലേക്ക് നിങ്ങൾ ഓരോ സലാത്തി ലഭിക്കണം. ഓരോ സലാത്തി ലഭിക്കും. ഞാൻ സലാത്തിന്റെ പവറേ പറയണില്ല. ഒരു സലാത്തി മജ്ലിസിൽ ചെല്ലിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന പവർ എന്തെന്ന് ഒരു അക്ഷരം പോലും ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. സലാത്തിന്റെ പവർ അറിയുന്നവരോട് ഞാൻ പറയുന്നു, ഇത്രയും ജനത്തിനെ കൊണ്ട് നിങ്ങൾ ഒരു സലാത്തി ലഭിക്കണം. എന്തിന്? എന്റെ കുടുംബത്തിൽ നിന്ന് ഈ ബാവാ മുസ്ലിയാർ പറഞ്ഞതുപോലെ കുഞ്ഞിനെ കണ്ടില്ലല്ലോ അല്ലാ എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് റബ്ബേ. അങ്ങനെ നെയ്യത്താക്കിക്കൊണ്ട് ഒരു സലാത്തി ലഭിക്കണം. ആ സലാത്ത് ചെല്ലിപ്പിക്കാൻ നബിത്തങ്ങളോട് ഖുർആൻ പറഞ്ഞൊരു ഡിമാൻഡ് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖ. നബിയേ, തങ്ങളുടെ സഹാബാക്കളോട് ഒരു സദഖ വാങ്ങിക്കുക, എന്നിട്ട് തങ്ങൾ അവർക്ക് വേണ്ടി സലാത്ത് ചൊല്ല്. ഇന്ന സലാത്തക സക്കനുൽ ലഹും. പരിശുദ്ധ ഖുർആന്റെ താക്കീതായത്. തങ്ങളൊരു സദഖ വാങ്ങിയിട്ട് സലാത്ത് ചൊല്ല്. തങ്ങളുടെ സലാത്ത് അവർക്ക് മനസ്സമാധാനമാണ്, ശാന്തിയാണെന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന നിഅമത്തിൽ നിന്ന് ഈ കാരുണ്യ പ്രവർത്തകരുടെ ഫണ്ടിലേക്ക് അവർക്ക് ഒരു വല്ലാത്ത ആശ, അവർ സ്വപ്നം കാണുന്നുണ്ട്. വല്ലാത്തവർ ആശ സ്വപ്നം കാണുന്നുണ്ട്. ഉസ്താദെ, കഴിഞ്ഞ ദിവസം ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് നടുവൊടിഞ്ഞ ഒരു മനുഷ്യനെ ഓട്ടോറിക്ഷയിൽ ചുരുട്ടിക്കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥ ഇവിടെ ഉണ്ടായി. ഈ നാട്ടുകാർക്ക് ഉപയോഗപ്പെടാൻ ഈ നാടിന്റെ ജംഗ്ഷനിൽ ഞങ്ങളെല്ലാം ഡ്രൈവർമാരാണ്, ഞങ്ങളെല്ലാം ഫ്രീ ആയിട്ട് സേവനം ചെയ്യാം. ഒരു ആംബുലൻസ് വാങ്ങിച്ച് ഈ നാടിന്റെ കാണാവുന്ന സ്ഥലത്ത് ജംഗ്ഷനിലിട്ട് ആളുകൾക്ക് ആവശ്യം പോലെ ഉപയോഗിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ സ്വപ്നം കാണുകയാണ്. അവർ പറയാണ്, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധാരണ വണ്ടി വാങ്ങുന്ന പണം ആംബുലൻസ് വാങ്ങാൻ വേണ്ട. വണ്ടി വാങ്ങിയതിന്റെ ശേഷം കൊടുക്കുന്ന ടാക്സുകളും മറ്റുള്ളതായ പിന്നെ പണമടക്കലൊന്നും ആംബുലൻസിന് ആവശ്യം വരുന്നില്ല. എല്ലാ നിലയ്ക്കും ഇളവുള്ള ഒരു സർവീസാണ് ആംബുലൻസ്. നിങ്ങളുടെ നാടിന് നിങ്ങളുടേതായിട്ട് ഉപയോഗിക്കാൻ അവരത് സ്വപ്നം കാണുകയാണ്. ആ ഫണ്ടിലേക്ക് ഉപയോഗിക്കാൻ, ഇത്രയും ജനത്തിനെ കൊണ്ട് നിങ്ങളൊരു സലാത്ത് ലഭിക്കാൻ, തിരുനബിയുടെ പേരിൽ ചെല്ലുന്ന സലാത്തിന്റെ മജ്ലിസിലേക്ക് നിങ്ങൾക്ക് ശേഷിയുണ്ടെങ്കിൽ ഞാൻ പറയാ 1000 രൂപ വെച്ച് കൊടുത്തേക്കാമെന്ന് ഓരോരുത്തരേക്ക്. ഞാൻ 4554 പറയണില്ല, 6666 പറയണില്ല, 1 ലക്ഷം പറയണില്ല. ബക്കറ്റുമായിട്ട് അൻസറിനെയും പാർട്ടീനെ ഞാനങ്ങ് വിടുകയാണ്. ബക്കറ്റിനകത്തേക്ക് നിങ്ങൾക്ക് തൃപ്തിയും പൊരുത്തമുള്ളത് ഇടുക. ഓരോരുത്തരും പേര് കൊടുക്കുക. ആ പേര് കംപ്ലീറ്റ് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഓരോ പേരും ഞാൻ വായിക്കും. ആ ഓരോ പേരിന്റെ പേരിൽ പരിശുദ്ധ റൗദയിലേക്ക് സലാത്തിലും 1000 രൂപ കൊടുക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ഞാൻ പറയാ ഉമ്മമാരോട് ഒരു 313 രൂപയെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞ് സലാത്തിൽ ലഭിച്ചു. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് വേണം? ഓ ബാവസിലാരെ, എന്റെ കുഞ്ഞിനെ ഓർക്കുമ്പോ എന്റെ ചങ്ക് പൊളിയാണ്. എന്റെ കുടുംബത്തിൽ നിന്ന് ആ കുഞ്ഞിനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ബാവസിലാരെ 1000 രൂപ അന്ന് ചെല്ലിപ്പിക്കാൻ എനിക്ക് നിവൃത്തിയില്ലല്ലോ. ഒരു ഉമ്മ വേദനിക്കുകയാണെങ്കിൽ ഒരു 313 രൂപ കൊടുത്തേക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ആരുടെയും കയ്യിലില്ല, കൊടുക്കുകയും വേണ്ട. നിങ്ങൾ സമയമാകുമ്പോ കൊടുത്താൽ മതി. ലിസ്റ്റ് എഴുതിപ്പിച്ചോ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഒറ്റയാളും ഒഴിവാകാതെ ഈ അമലിനകത്ത് പങ്കെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും താഴ്ന്ന തുക പറഞ്ഞത്.